സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹകരണത്തോടെ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൈവ വൈവിധ്യ ക്ലബ്ബായ തെളിനീർ ഹരിതസേനയുടെ നേതൃത്വത്തിൽ ദ്വിദിന പരിസ്ഥിതി ക്യാമ്പിന് തുടക്കമായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ സെറീന സലാം ഉദ്ഘാടനം ചെയ്തു. കണ്ടും തൊട്ടറിഞ്ഞും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ ബോധ്യപ്പെടുത്തുന്ന 2 ദിവസത്തെ പരിസ്ഥിതി ക്യാമ്പിന് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 8 വിഷയങ്ങളിൽ ക്ലാസുകളും പരിസ്ഥിതി പ്രവർത്തനങ്ങളും നടക്കുന്ന തരത്തിലാണ് ക്യാമ്പിന്റെ ക്രമീകരണം. തടിയൻ കോവൽ വയലിൽ തുമ്പി നിരീക്ഷണം, കോവൽ വലിയ വീട്ടിൽ ക്ലാസ്, ഉദിനൂർ കൂലം കാവിൽ പക്ഷി നിരീക്ഷണം, കായലോരത്ത് കണ്ടൽ നടിയിൽ ഊർജ്ജ സംരക്ഷണ സൈക്കിൾ റാലി തുടങ്ങി വ്യത്യസ്തമായ ക്ലാസുകളാണ് ക്യാമ്പിൽ നൽകുന്നത്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹകരണത്തോടെ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൈവ വൈവിധ്യ ക്ലബ്ബായ തെളിനീർ ഹരിതസേനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജൈവോത്സവം ദ്വിദിന പരിസ്ഥിതി ക്യാമ്പ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ സെറീന സലാം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണല്ലേ? ഈ സ്കൂളിന്റെ പരിസരങ്ങളിലും അല്ലെങ്കിൽ ജൈവവൈവിധ്യവും പരിസ്ഥിതി സംബന്ധിച്ച വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് നിങ്ങളല്ലേ? നിങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ഇതേ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാറുണ്ടോ? സ്വന്തം വീട്ടിലെ ചെടി ഒന്ന് ഉണങ്ങാനാവുമ്പോൾ ഒരു വെള്ളമൊഴിക്കാൻ, അല്ലെങ്കിൽ അതിനൊന്ന് പരിപാലിക്കാൻ, ഒന്ന് സംരക്ഷിക്കാൻ ഇവിടെ ക്ലബിന്റെ ഭാഗമായും വിവിധ സംഘടനകളുടെ ഭാഗമായൊക്കെ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ വീടിനകത്ത് ആ പ്രവർത്തനം ഏറ്റെടുക്കാറുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളൊരു NSS ആയിക്കോട്ടെ, മറ്റേത് സ്കൂളിനകത്തുള്ള വിവിധ സന്നദ്ധ സേവന പ്രവർത്തനം നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴും അത് ജീവിതത്തിലും നമുക്ക് ചുറ്റിലും ഈ ലോകത്തും സമൂഹത്തും എന്ത് മാറ്റമാണ് വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ വന്ന് ക്ലബിന്റെ ഭാഗമായി ഈ പരിസരം ശുചീകരിക്കുകയും ജൈവവൈവിധ്യം സംരക്ഷിക്കുകയും പരിസ്ഥിതിയെ സൂക്ഷിക്കുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഇവിടെ നിന്നും പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ ചുറ്റുപാടിൽ സമൂഹത്തിൽ നിങ്ങൾ ഇതിനെ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ക്യാമ്പ് ലഭിച്ചാൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സ്കൂൾ PTA പ്രസിഡന്റ് കെ വിനോദ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായി പങ്കെടുത്ത ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറിയും DYSPയുമായ ഡോക്ടർ വി ബാലകൃഷ്ണൻ ഗാഡ്ഗിലും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. പരിസ്ഥിതി ക്ലബ്ബ് തയ്യാറാക്കിയ പൂമ്പാറ്റ പക്ഷി ഫോട്ടോ പ്രദർശനം EV ജയകൃഷ്ണൻ പ്രകാശനം ചെയ്തു. KP മനോജ് ക്യാമ്പ് വിശദീകരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ PV ലീന, ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ VM വിമല, പഠന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ, P ഷീബ എന്നിവർ സംസാരിച്ചു. ജൈവ വൈവിധ്യ ബോർഡ് അംഗം KA മുഹമ്മദ് ഹനീഷ് തടിയൻകോവൽ വയലിൽ തുമ്പി നിരീക്ഷണത്തിന് നേതൃത്വം നൽകി. ഊർജ്ജ സംരക്ഷണം എന്ന വിഷയത്തിൽ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K സഹജൻ, കണ്ടൽ നടിയിൽ ക്ലാസ് പരിസ്ഥിതി പ്രവർത്തകൻ P വേണുഗോപാലൻ എന്നിവർ ആദ്യ ദിവസത്തെ ക്ലാസുകൾ എടുത്തു. സ്കൂളിലെ 8-9 ക്ലാസുകളിൽ പഠിക്കുന്ന 75 വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.